ഗുഡ് മോർണിംഗ്. സോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ മോർണിംഗ് എഴുന്നേറ്റു, ഫ്രഷ് ആയി റെഡി ആയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ പിന്നെ 3 ബ്രെഡും പിന്നെ മുട്ടക്കറിയും ഒരു ബ്ലാക്ക് ടീയാണ് കുടിക്കും. ഇനി ബ്ലാക്ക് ടീ മസ്റ്റൊന്നുമല്ല, പക്ഷേ ഞാൻ ചില ദിവസം സ്ലീപ്പ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ ബ്ലാക്ക് ടീ കുടിക്കാറുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ റെഡി ആയിട്ട് നടന്നത് ഞാൻ പോവുകയാണ്. പിന്നെ ഇന്ന് എൻ്റെ ഫ്രണ്ടാണ് എന്നെ ഡ്രോപ്പ് ചെയ്തത്. സോ ഞാൻ അങ്ങനെ നടന്ന് പോവാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് എത്തിയതിന് ശേഷം ആദ്യം രാവിലെ ഒരു ഒരു കുറേ സമയം വരെ ശരിക്കും പറഞ്ഞെങ്കിൽ പേഷ്യൻസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ദൈവമേ ഇന്ന് ദീപാവലി പബ്ലിക് ഹോളിഡേ വെറുതെ വന്ന് ഡ്യൂട്ടി എടുക്കുവാണല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ വാച്ചൊക്കെ നോക്കി. ഞാൻ ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് പോയി കോഫിയും അതിന് ജിലേബിയും കഴിച്ചു. അടുത്തുള്ള ഷോപ്പിൽ നിന്ന് കഴിച്ച്, ബാക്കി ഷോപ്പ്സ് ക്ലോസ്ഡ് ഇവിടെ നിന്ന് കഴിച്ചു. പക്ഷേ കോഫി കുഴപ്പം, പക്ഷേ ജിലേബി എന്തോ സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് എന്തോ ചെറിയ പണി കിട്ടിയത്. അതിന് നല്ല പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ മാത്രമായിട്ട് ഒരു 115ഓളം പേഷ്യൻസിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 115 കൂടുതലുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഫ്രണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ പാളയത്തെത്തി. പാളയത്തിൽ ഞാൻ ആക്ച്വലി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നിട്ടുണ്ട്. പക്ഷെ നടന്ന് ഞാൻ എങ്ങനെ നന്തൻകൂടിലേക്ക് പോകുന്ന റോഡ് വരെ എത്തി. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഈ റോഡ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിസ്റ്റിൻ്റെ ഈ ഒരു സൈഡ് എനിക്ക് ലൈക്ക് നല്ല രസമല്ലേ. അങ്ങനെ പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നല്ല ക്ലൗഡിയാണ്. അപ്പം ഉച്ച സമയമാണെങ്കിൽ എനിക്ക് വെയിലിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നല്ല പബ്ലിക് ഹോളിഡേ, നല്ല തിരക്കൊന്നും ഇല്ലാണ്ട് നല്ല എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കുറേ നാൾക്ക് ശേഷം ഇത്രയും ലോങ് നടക്കുന്നത്. അങ്ങനെ നടന്ന് എൻ്റെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിൽ സംസമിലെത്തി. നല്ല സ്മെല്ലുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ പിന്നെ അമ്പലമുക്കിലേക്ക് നടന്ന് എൻ്റെ സ്ഥലത്തെത്തിക്കഴിഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞ ശേഷം ഞാനൊരു മൈസൂർ പാക്ക് മേടിച്ചിട്ടുണ്ട്. ദീപാവലിയിൽ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു മൈസൂർ പാക്ക് മേടിച്ചു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ജോലിയിലെ സമയത്ത് ഞാൻ ആക്ച്വലി ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ ചോറ് കഴിച്ചു. വിശപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു സ്പൂൺ ചോറ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഫിഷ് ഗ്രേവി ഉണ്ടായിരുന്നു, പിന്നെ ക്യാബേജ് തോരനുണ്ടായിരുന്നു. പക്ഷേ ഗ്രേവി അത്യാവശ്യം നല്ല സ്പൈസി ആയതുകൊണ്ട് ഞാൻ പിന്നെ ക്യാബേജ് തോരനും ചോറും മാത്രമാണ് കഴിച്ചത്. പിന്നെ എനിക്ക് നല്ല ഉറക്കം വന്നു. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ എള്ളുണ്ട കഴിച്ചു. എനിക്ക് ഈ ബ്ലാക്ക് എള്ളുണ്ട ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഗേൾസിന് ഈ ഡിലേഡ് പീരീഡ്സൊക്കെ ആയിട്ടുള്ളവർക്ക് ഈ എള്ളുണ്ട ഭയങ്കര നല്ലതാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ഉറങ്ങി. പിന്നെ എഴുന്നേറ്റ ശേഷം ഞങ്ങൾ മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദീപാവലി നമുക്ക് അവിടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സ്വീറ്റ് ബോക്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും അവർ ഞങ്ങൾക്ക് വേണ്ടി സ്വീറ്റ് ബോക്സ് മേടിച്ചേക്കും കേട്ടോ. ഞാൻ ഇത്തവണ തന്നെ പ്രത്യേകിച്ച് അങ്ങോട്ട് പറഞ്ഞ് ഓർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഇവിടെ എന്ന് വെച്ചാൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 ക്യാറ്റ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഫീമെയിൽ ക്യാറ്റാണ് കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ക്രാക്കേഴ്സൊക്കെ നമ്മൾ പൊട്ടിച്ചായിരുന്നു. നൈസായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈം കയ്യിൽ വെച്ചിട്ടിങ്ങനെ ക്രാക്കേഴ്സൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കുന്നത്. അതൊക്കെ നൈസായിരുന്നു. ഇടയ്ക്ക് വെച്ച് എൻ്റെ കണ്ണിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത്, ഇന്നത്തെ എല്ലാ സ്പോൺസറും അവരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം താറാവ് മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 ചപ്പാത്തിയും മേടിച്ചായിരുന്നു. പക്ഷേ ആ ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് 3 ചപ്പാത്തിയുടെയാണ് ബില്ല് ചെയ്തത്. പക്ഷേ ഇപ്പോൾ വീട്ടിൽ കൊണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായി 2 ചപ്പാത്തി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ താറാവ് മുട്ടയും ആ ചിക്കൻ്റെ മസാലയുടെ കഴിച്ചപ്പോഴത്തേക്ക് അടിപൊളി കോംബോ, നൈസ് കോംബോ ഉണ്ടോ. പിന്നെ അതിനുശേഷം ഞാനൊരു ബൂസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സത്യാവസ്ഥ പറഞ്ഞു ഗൈസ്, എനിക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അവിടുത്തെ ആകെപ്പാടെ ഇഷ്ടപ്പെട്ടുള്ളത് ആ ബൂസ്റ്റും പിന്നെ ചിക്കൻ ഫ്രൈ ആണ്. ഇപ്പോൾ ഞാൻ കാണിച്ചത് ചില്ലി ഫ്ലേക്സിൻ്റെ ഫ്രൈ ആണ്. അത് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങളൊരു പൈനാപ്പിൾ ലൈം ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അടിപൊളി. ശരിക്കും അത് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് വയറൊന്ന് സെറ്റായത്. പിന്നെ അതിനുശേഷം നല്ല ടയേർഡായിട്ട് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1:45 ആയി.